വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ളവർ, ഞാനിതിൻ്റെ പൂവച്ചലാണ് ഈ പരിപാടി എന്ന് പറഞ്ഞ സമയത്ത് ഈ പൂവച്ചൽ എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ കേട്ടിട്ടുള്ളത് പൂവച്ചൽ ഖാദർ എന്ന ചലച്ചിത്ര ഗാന രചയിതാവിലൂടെ കൂടിയിട്ടാണ്. ഒട്ടേറെ മലയാള ചലച്ചിത്ര രംഗത്തെ നമ്മളൊക്കെ ഇന്നും ചുണ്ടുകളിൽ മൂളി നടക്കുന്ന ഗാനശകലങ്ങൾക്ക് പേന ചലിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സ്ഥലമാണ് ഈ പൂവച്ചൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലാതീതമായ വരികളിലൂടെ നമ്മളൊക്കെ ഇന്നും ജീവിക്കുന്ന പ്രിയപ്പെട്ട പൂവച്ചൽ ഖാദർ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രതിഭകളെ കൂടി കേരളത്തിന് സമ്മാനിച്ച ഒരു ഗ്രാമത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. ദേവസ്വവും അതുപോലെ തന്നെ MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഇവിടെ ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ വന്ന സമയത്ത് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു കിണർ വളരെ മനോഹരമായി, അത് കിണറാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള കിണറിൻ്റെ ഭാഗം കാണിച്ചു വന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ അത്താണി എന്നാണ് പറയുക, ഇവിടെ ചുമട് താങ്ങി എന്നാണ് പറയുന്നത് പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ ആളുകൾ ചുമടെടുത്ത് തലച്ചുമടായി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്പസമയം വിശ്രമിക്കുന്നതിന് വേണ്ടി ചുമടിറക്കി വെക്കുന്നതിന് വേണ്ടിയൊക്കെ ഇതേപോലൊരു നിർമ്മിതി നമ്മുടെ നാട്ടിൽ കാണുന്നതിന് അത്താണി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിർമ്മിതി കൂടി കണ്ടു. ഞാനിങ്ങനെ പലപ്പോഴും പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, കേരളത്തിലെ വാസ്തുകലയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കേരളത്തിനകത്തുള്ള മഹാഭൂരിപക്ഷം. പക്ഷേ ഇന്ന് വലിയ മോസ്റ്റ് മോഡേൺ എഞ്ചിനീയറിംഗ് സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ പോലും അന്നുണ്ടാക്കിയതുപോലെ അളവ് തെറ്റാതെ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ നിർമ്മാണത്തിലൊരു കൃത്യത വരുത്താൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ക്ഷേത്രങ്ങളിലെ ചുമർചിത്രങ്ങളിലും ക്ഷേത്രങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള ശില്പങ്ങളിലുമൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ നമ്മുടെ നാട്ടിനകത്തുള്ള കലാപരമായ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രങ്ങളൊന്നും പഴയ കാലഘട്ടത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്തും വ്യത്യസ്തമായി മുൻകാലങ്ങളിൽ നമുക്ക് ഒത്തുചേരാനുണ്ടായിരുന്ന ഇടങ്ങൾ കൂടിയാണ്. സാംസ്കാരികമായ ഒരിടത്തിൻ്റെ കൂടി സാന്നിധ്യം ക്ഷേത്രങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്ര കലകൾ എന്ന് തന്നെ പറയാവുന്ന ഒട്ടനവധി കലകൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും പരിചിതമായ കുറേയേറെ കലാരൂപങ്ങൾ അതെല്ലാം അറിയപ്പെടുന്നത് തന്നെ ക്ഷേത്രകലകൾ എന്നുള്ളൊരു പേരിൽ തന്നെയാണ്. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സംസ്കാരങ്ങളും അതിനെ ചുറ്റിപ്പറ്റി കടന്നു വന്നിട്ടുള്ള ആചാരങ്ങളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമൂഹത്തിൽ വിവിധ ശ്രേണിയിൽപ്പെടുന്ന മനുഷ്യ ജീവിതങ്ങളൊക്കെ തന്നെയാണ് ഒരു കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.